ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനി ഇനി ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് അവിടെ ഒരു വലിയൊരു ആളാവാൻ നോക്കണം കേട്ടോ. ആ വീട്ടിലെ വലിയൊരു സ്ഥാനം തനിക്ക് നേടിയെടുക്കാൻ നോക്കുകയാണ്. അതുപോലെ തന്നെ നടക്കുകയും ചെയ്യും. കാരണം ശിവാനിയെ പാറു സ്വീകരിക്കലും അതുപോലെ തന്നെ പ്രണവ് വല്ലാതെ സ്നേഹിക്കലും പ്രണവ് നിധിയെയും ഗൗതമിനെയും കുറ്റപ്പെടുത്തി സംസാരിക്കലൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന എത്രമാത്രം നിധി അനുഭവിക്കുന്നുണ്ട് എന്നുള്ള സത്യം ഗൗതം മനസ്സിലാക്കാണ്. അങ്ങനെ ഗൗതം തൻ്റെ റൂമിൽ പോയിരുന്ന് ആലോചിക്കുമ്പോൾ നിധി പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ നിധിയെ സമാധാനിപ്പിക്കുന്ന ആ രംഗമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഗൗതം ഒരു തീരുമാനം എടുക്കുകയാണ്. ശിവാനിക്ക് ഒരു ഉണ്ടെങ്കിൽ നിനക്കൊരു കുഞ്ഞ് വേണം. അത് ഗർഭപാത്രം വാടകയ്ക്ക് എടുത്തോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുഞ്ഞിനെ ദത്തെടുത്തോ എങ്ങനെയായാലും. അപ്പം നിധി പറയുന്നത് നമുക്ക് സ്വന്തം ഒരു കുഞ്ഞിനെ മതി. എങ്കിൽ അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടായ ഡോക്ടറെ ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഗൗതം ഇറങ്ങണം കേട്ടോ. അങ്ങനെയാണ് ഇനി ഗൗതം നിധി ഗർഭിണിയാവുന്ന സത്യം അറിയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഗൗതം ആ ഡോക്ടറെ കാണാൻ പോവുകയാണ്. അങ്ങനെ ഡോക്ടർ പറയാണ്, എന്തിനാ ഗൗതം ഇത്ര ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അധികമായിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിന് ഈ തീരുമാനം? 1 വർഷം പോലും ആവാത്ത നിങ്ങൾ എന്തിനിങ്ങനെ തീരുമാനം എടുക്കുന്നത്? നിധി ഒരു അമ്മയാവും, കുറച്ച് സമയം പിടിക്കും, അത് കുഴപ്പമില്ല, ചിലവർക്കൊക്കെ അങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ, എൻ്റെ ഭാര്യ അമ്മയാവില്ല എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് വേറൊരു ഡോക്ടർ തന്നിട്ടുണ്ടെന്ന് പറയണ്ട. ഇതേ സമയം ഡോക്ടർ ചോദിക്കുക, ഏത് ഡോക്ടർ എന്ന് പറയുമ്പോൾ ആ ഡോക്ടറുടെ പേര് പറയുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബ ഡോക്ടറാണ്, അവരാണ് പറഞ്ഞത് നിധിയുടെ ഗർഭപാത്രത്തിന് അതിനുള്ള ശേഷിയില്ല. ഓഹോ, അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, അങ്ങനെ തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് വേണം. ഞങ്ങൾ അതിയായി ആഗ്രഹിച്ചൊരു കാര്യമാണ് ഒരു കുഞ്ഞ്. ആ സ്വപ്നം ഞങ്ങൾക്ക് നിറവേറണം എന്ന് ഗൗതം ഇവർക്ക് മുന്നിൽ വെളിപ്പെടുത്താനായിട്ട് ഈ ഡോക്ടർക്ക് മുന്നിൽ. അപ്പോൾ ഡോക്ടർ പറയാണ്, എന്നാൽ എനിക്ക് ആ റിപ്പോർട്ടുകൾ ഒന്ന് കാണണം, അതൊന്ന് കൂടുതൽ കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. തീർച്ചയായും ഞാൻ കാണിച്ചു തരാം. എങ്കിൽ നിങ്ങളുടെ ഭാര്യയെ ഒന്ന് കൂട്ടിക്കോളൂ. ഇതിനൊക്കെ അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഭാര്യയും കൂടെ ഉണ്ടായിക്കോട്ടെ എന്നുള്ള ആ ആവശ്യം ഡോക്ടർ പറയണം കേട്ടോ. പിന്നീട് ഗൗതം വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലും പാറു ശിവാനിക്ക് ഓരോന്നും തിന്നാൻ കൊടുക്കുന്നതും ശിവാനിയെ വാരിക്കൊരു സ്നേഹിക്കുന്നതൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഇതേസമയം നിധി അത് മറിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. ഒരുപാട് ഓവറാവുന്നത് കാണുമ്പോൾ വളരെ ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ഗൗതം എങ്ങനെ പെട്ടെന്ന് നിധി ഇനി പെട്ടെന്ന് ഡ്രസ്സ് മാറുക. അത് കേൾക്കുന്ന വസുന്ധര പറയുന്നുണ്ട്, എങ്ങോട്ടാണ് നീ അവളെ കൊണ്ടുപോകുന്നത്? എങ്ങോട്ടോ ആയിക്കോട്ടെ, നിങ്ങളോട് എന്താ പറയേണ്ട ആവശ്യം? ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ടൊന്ന് പുറത്തിറങ്ങുന്നു എന്ന് പറയണ്ട. ഈ സമയം ഗൗതമിൻ്റെ കയ്യിൽ ഈ പഴയ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉള്ളതായിട്ട് ശ്രദ്ധിക്കുന്നില്ല, ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഗൗതം നിധിയെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇനി വേറെ ഡോക്ടറെ കാണിക്കുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഗൗതം പറയുന്നുണ്ട്, നമ്മൾ വേറെ ഒരു ഡോക്ടറൊന്നും കാണിക്കുന്നില്ല, നീ ടെൻഷൻ ആവേണ്ട നിധി. എന്തായാലും നമ്മുടെ തീരുമാനം വേറൊരു കുഞ്ഞിനെ ദത്തെടുക്കുക എന്നുള്ളതല്ലേ, അതല്ലെങ്കിൽ ഒരു ഗർഭപാത്രം വാടകയ്ക്ക് എന്നുള്ളതല്ലേ. എന്താണെങ്കിലും എന്ത് തീരുമാനത്തിന് മുന്നോട്ട് പോവുകയാണെങ്കിലും അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ആ നിയമത്തിനനുസരിച്ച് നീങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയണ്ട. ഇത് കേൾക്കുന്ന നിധി ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുടെ അരികത്തോട്ട് ചെല്ലണം കേട്ടോ. അങ്ങനെ ഡോക്ടർ ഇവരുടെ ആ റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഗർഭപാത്രം വീക്കാണെന്നാണല്ലോ പറയുന്നത്, ഇവൾക്ക് ഗർഭിണി ആവാൻ ഒരു കുഞ്ഞിനെ ചുമക്കാനുള്ള ശേഷിയില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത് എന്ന് പറയണേ. അതാണ് ഞങ്ങളുടെ കുടുംബ ഡോക്ടർ പറഞ്ഞത് എന്ന് ഗൗതം പറയണം കേട്ടോ. അപ്പം നിധി പറയണേ, എനിക്കൊരു അമ്മയാവാനൊന്നും കഴിഞ്ഞില്ല, ഞാൻ എൻ്റെ വയറ്റിൽ കുഞ്ഞാണെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോയതെന്നൊക്കെയുള്ള സത്യം പറയുമ്പോൾ ഡോക്ടർ പറയണേ, ശരി, കുട്ടിയെ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറയണേ. അപ്പോൾ ഗൗതം പറയണേ, അത് വേണോ ഡോക്ടർ? ഞങ്ങൾക്ക് ഇനി എന്തായാലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള സത്യം വേറൊരു ഡോക്ടർ പറഞ്ഞല്ലോ. ഇനി ഡോക്ടറും അത് പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമമാണെന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുന്ന ഡോക്ടർ പറയണേ, ഗൗതം, ഞാൻ എൻ്റെ ഫ്രണ്ടാണ്, കാര്യമൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഞാനൊന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറൊരു ഗർഭപാത്രം നിങ്ങൾക്ക് വാടകയ്ക്ക് തരികയാണെങ്കിലും ഈ പെൺകുട്ടി ചെറുപ്പമാണ്, നീയും ചെറുപ്പമാണ്, അതുകൊണ്ട് ഇനി പ്രസവിക്കാൻ ശേഷിയും ഉണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് എൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾക്കൊരു ഗർഭപാത്രം വാടകയ്ക്ക് തരികയോ എനിക്കൊരു കുഞ്ഞിനെ തരികയൊക്കെ ചെയ്യുമ്പോൾ നിയമപരമായി പോവുകയാണെങ്കിൽ അതിൻ്റേതായ റൂളുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന സർട്ടിഫിക്കറ്റ് ഞാൻ തന്നെ എഴുതണം എന്ന് പറയണം കേട്ടോ. അതുകൊണ്ടാണ് നിധിയെ ഞാൻ പരിശോധിക്കുന്നതെന്ന് പറയുമ്പോൾ ഗൗതം പറയണേ, അങ്ങനെയാണോ, എങ്കിൽ നിധി പരിശോധിച്ചോളൂ. അപ്പം നിധി ഇങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് പരിശോധിക്കുന്ന റൂമിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഗൗതം പറയണേ, സാരില്ല, ഇനി പോയിക്കോ എന്ന് പറയണം കേട്ടോ. അങ്ങനെ നിധിയെ ഡോക്ടർ പരിശോധിക്കുകയാണ്. പരിശോധിക്കുമ്പോൾ
തന്നെ ഡോക്ടറുടെ മുഖത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ നിധി ആണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടിയാണ് കിടക്കുന്നത്. കാരണം തനിക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്നുള്ള സത്യം താൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നല്ലോ. അതുകൊണ്ട് തന്നെ നിധി ആ ഒരു തിരിച്ചറിവിൽ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ പരിശോധനയ്ക്ക് കഴിഞ്ഞ് മോളെ എണീറ്റോളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ OP-യിലോട്ട് വരാൻ പറയാണ്. പിന്നീട് ഗൗതമിൻ്റെ അടുത്ത് നിധി എത്തുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ പറയാണ്, നിങ്ങളോട് ആരാണ് ഇപ്പോൾ ഈ കുഞ്ഞുണ്ടാവില്ല എന്ന സത്യം പറഞ്ഞത്? ഈ ഡോക്ടർ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഒരു ഡോക്ടറെ കുറ്റം പറയാൻ പാടില്ല. പക്ഷേ ഈ ഡോക്ടർ എന്തിനാണ് ഇത്രയും വലിയ പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നത്? അത് കേൾക്കുന്ന ഗൗതം പറയും, എന്താ ഡോക്ടർ എന്തായി പറയുന്നത്? അതെ, ഈ കുട്ടി ഗർഭിണിയാവില്ലെന്നാ ആരാ പറഞ്ഞത്? ഈ കുട്ടി ഗർഭിണിയായിട്ടുണ്ട്. അത് വയറ്റിൽ എന്തോ വിഷാംശം കലർന്നത് കൊണ്ട് തന്നെ ഈ കുട്ടിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഗൗതം, എന്താ ഡോക്ടർ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ കുട്ടിയുടെ ഗർഭപാത്രത്തിന് ഒരു അമ്മയാവാനുള്ള ശേഷിക്കുറവൊന്നും ഞാൻ കാണുന്നില്ല. ഇത് ഇനിയും ഗർഭിണിയാവും. എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും ഈ കുട്ടിക്ക് പ്രസവിക്കാം എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഡോക്ടർ, എന്തായി പറയുന്നത്? അപ്പം ഞങ്ങളുടെ കുടുംബ ഡോക്ടർ പറഞ്ഞതെന്ത്? അതെന്തോ എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് നിങ്ങൾ വേറെ ഒരു ഡോക്ടറെ ചെന്ന് കാണിച്ചാൽ ഇതേ അഭിപ്രായമാണ് പറയുക. നിധി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 4-5 കുഞ്ഞുങ്ങളിലേറെ പ്രസവിക്കാൻ കഴിയും. എത്രയും പ്രസവിക്കാനുള്ള ശേഷിയുണ്ട്, ആരോഗ്യമുണ്ടെങ്കിൽ. ഗർഭപാത്രത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പിന്നെ ഈ കുട്ടി ഒരു പ്രാവശ്യം ഗർഭിണിയായതാണ്, അത് അബോർഷൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന നിധിയും ഗൗതവും പരസ്പരം നോക്കണം. എന്താ ഈ പറയുന്നത്? ഞാനൊരു അമ്മയായിട്ടുണ്ടെന്നോ? അതെ, നീ ഒരു അമ്മയായിട്ടുണ്ട്. നിന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ എന്തോ വിഷാംശം ചെന്ന് അങ്ങനെ എന്തോ അബോർഷൻ ആയതാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഉടൻ തന്നെ, അല്ല, അന്ന് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞത് മെൻസസിൻ്റെ പ്രോബ്ലം അങ്ങനെ എന്തൊക്കെയോ ആണല്ലോ പറഞ്ഞത്, എനിക്കൊന്നും വ്യക്തമാവുന്നില്ല എന്ന് പറയുമ്പോൾ, എവിടെയോ നിങ്ങൾക്കൊരു ചതി പറ്റിയിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഗർഭിണിയാവാനുള്ള ശേഷിയുമുണ്ട്. ഇവളൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ടുണ്ട് ഗൗതം എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന ഗൗതം നിധി അങ്ങ് കെട്ടിപ്പിടിക്കാനായിട്ട്. നിധിയാണെങ്കിലോ ഡോക്ടറുടെ മുന്നിൽ വെച്ച് ഗൗതമിനെ ആയിട്ടോ. അപ്പോൾ ഈ സമയം ഗൗതമിനോട് ഡോക്ടർ പറയാണ്, നീ എൻ്റെ അടുത്തോട്ട് കറക്റ്റ് സമയത്താണ് വന്നത്. അപ്പോൾ ഡോക്ടറോട് ഗൗതം പറയണേ, ഞാൻ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും വളരെ തകർന്നിരിക്കുന്ന സമയമായിരുന്നു. എന്തായാലും നീ വന്നത് നന്നായി. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. നിങ്ങൾ വേറൊരു കുഞ്ഞിനെ ഒന്നും ദത്തെടുക്കേണ്ട. ഈ അബോർഷൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ അതിൻ്റെതായ ആ സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്ന സത്യം വെളിപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ ഡോക്ടർ, എൻ്റെ കുഞ്ഞ് അബോർഷൻ ആയതെന്നാ പറയുന്നത്? അതെ, ആ മെൻസസിൻ്റെ പ്രോബ്ലം പറഞ്ഞ് തൻ്റെ വയറ്റിൽ എന്തോ വിഷാംശം ചെന്ന് അങ്ങനെ തൻ്റെ കുഞ്ഞ് പോയിരിക്കുന്നത്. താൻ ഒരു അമ്മയായിട്ടുണ്ടോ? ഇനിയും താൻ ഒരു അമ്മയാവും. ഗൗതം, നീ പ്രതീക്ഷിക്കുന്നത് പോലെ നിനക്ക് എത്ര മക്കളെയും പ്രസവിക്കാൻ കഴിവുള്ള ഒരു ഭാര്യയാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത് എന്ന സത്യമൊക്കെ ഗൗതമിനോട് വെളിപ്പെടുത്തുമ്പോൾ ഗൗതം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ്. പിന്നീട് ഗൗതം അവിടെ നിന്ന് നിധിയെയും കൊണ്ട് പോവുകയാണ്. അപ്പം നിധി പറയാണ്, പിന്നെ എന്തിനാണ് ആ ഡോക്ടർ എനിക്ക് മെൻസസിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞത്? അപ്പോൾ എനിക്കൊരു അബോർഷനാണ് അവർ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതെന്തിനു വേണ്ടി എന്നുള്ള സത്യം ഇപ്പം തന്നെ തെളിയിക്കണം. അത് ആർക്ക് വേണ്ടിയാണ് അത് ചെയ്തത് എന്നുള്ളത് എനിക്കറിയണം. എന്തിനാ ഡോക്ടർ നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞത്? എന്താണ് അവരുടെ ലക്ഷ്യം എന്നറിയണം. അവരെന്തിന് ഡോക്ടറായി നിൽക്കുന്നത്? എപ്പോഴും പാറു പറയുന്ന ഒരേ ഒരു കാര്യം എന്താണ്? കുടുംബ ഡോക്ടറാണ്, അവൾ ആരെയും പറ്റിക്കില്ല, നല്ലൊരു ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് പാറു വിശ്വസിക്കുന്ന ആ ഡോക്ടർ തന്നെ ഈ ചതി ചെയ്തെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരേണ്ടത് എൻ്റെയും കൂടി ആവശ്യമാണെന്ന് പറഞ്ഞ് ഗൗതം ഈ ഡോക്ടറെ അടുത്തോട്ട് പോകാനായിട്ട്. അപ്പോൾ സത്യാവസ്ഥ പുറത്ത് വരുന്നുണ്ട്. ശിവാനിയാണ് കളിച്ചതെന്ന സത്യം അറിയുന്നുണ്ട്. ശിവാനിക്ക് നല്ല കണക്കിന് ഗൗതമിൻ്റെ കൈകളിൽ നിന്ന് പ്രണവിൻ്റെയും വസുന്ധരയുടെ ഒക്കെ മുന്നിലിട്ട് അടിയോടടി അടിക്കുന്ന നല്ല കിട്ടുക്കൻ സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ നെക്സ്റ്റ് വീഡിയോയിൽ പറയാവേ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.